മറ്റുള്ളവരെ വളർത്തുവാനുമുള്ള ഒരു സന്നദ്ധതയാണ്. വിശുദ്ധനായ പൗലോസ്ലീഹ ഈ ഒരു മിഷൻ മനോഭാവത്തെക്കുറിച്ച് വളരെ മനോഹരമായി ഫിലിപ്പിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആരും സ്വന്തം കാര്യം മാത്രം പരിഗണിക്കരുത്. മിഷൻ ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന മനോഭാവമാണ്. പ്രത്യേകിച്ച് പിന്നെയോ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠതയായി കരുതുക. നമ്മൾക്ക് ഒരു താൻപോരിമ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും മിഷണറിയാകാൻ സാധിക്കില്ല. ഉള്ളതിലധികം മേന്മ നമ്മൾ നമ്മളെ കുറിച്ച് കരുതുകയാണെങ്കിൽ നമുക്ക് ആർക്കും മിഷണറിയാകാൻ സാധിക്കില്ല. പിന്നെയോ തങ്ങളെക്കാൾ അധികമായി മറ്റുള്ളവരെ പരിഗണിക്കുവാനുള്ള അടിസ്ഥാന സന്നദ്ധതയാണ്. ഇതാണ് പരോത്മകത. ഇതാണ് അപ്രതിമേനി സാക്ഷിച്ച ആ ഒരു മിഷൻ മനോഭാവം. സ്വന്തം ആരോഗ്യം അവഗണിച്ചുകൊണ്ട് അനേകരുടെ സമഗ്രമായ സുസ്ഥിതിക്കായി സമർപ്പിതമായ ജീവിതമായിരുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മൾക്ക് വലിയ പള്ളികൾ തുടങ്ങുകയോ ധാരാളം പേരെ സഭയിലേക്ക് ചേർക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത നമുക്കിന്ന് വളരെ പരിമിതമാണ്. പക്ഷെ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബത്തിലായിക്കൊള്ളട്ടെ ഈ ഒരു മനോഭാവം സാക്ഷിക്കാൻ നമുക്ക് സാധിക്കും. തിരുമേനിയുടെ അടിസ്ഥാന ക്രൈസ്തവ സമർപ്പണവും തൻ്റെ പൗരോഹിത്യ സമർപ്പണ സാക്ഷ്യവും തൻ്റെ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷ സാക്ഷ്യവുമെല്ലാം ഈ അടിസ്ഥാന മനോഭാവങ്ങളാണ് പ്രതിഫലിപ്പിച്ചത്. ഈശോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിതമായ ജീവിതം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവുകളിൽ, നമ്മുടെ വ്യാപരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇപ്രകാരം സ്വയം താഴ്ത്തുവാനും മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠതയായി കരുതുവാനും അവരുടെ ഉന്നമനത്തിനായി സമർപ്പിതരാകുവാനും ഒക്കെ സാധിക്കുമ്പോൾ അതൊരു അടിസ്ഥാന മിഷൻ സമർപ്പണമാണ്, മിഷൻ സാക്ഷ്യമാണ്, മിഷൻ ശുശ്രൂഷയാണ്. അഭിമന്യ പിതാവിൻ്റെ ഈ അടിസ്ഥാന മിഷൻ മൂല്യം നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ